വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ ഗ്രൗണ്ട് നവീകരണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണ് സമീപത്തെ വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുകയാണ്. ഇതോടെ സുൽത്താൻ ബത്തേരി ബ്ലോക്ക് ഓഫീസിന് സമീപത്തെ 12 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. സമീപത്തെ സ്വകാര്യ കോളേജിന്റെ ഗ്രൗണ്ട് നവീകരിക്കുന്നതിന്റെ ഭാഗമായായിരുന്നു ഈ മണ്ണിടിച്ചിറക്കിയത്. സുൽത്താൻ ബത്തേരി ഊട്ടി റോഡിൽ ബ്ലോക്ക് ഓഫീസിന് സമീപത്താണ് ഗ്രൗണ്ട് നവീകരണത്തിന്റെ ഭാഗമായി മണ്ണ് നീക്കി ഒരിടത്ത് കൂട്ടിയിട്ടത്. മഴ കനത്തതോടെ മൺകൂന ഗ്രൗണ്ടിന് താഴെയുള്ള വീടുകൾക്ക് ഭീഷണിയായി. ഇതിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ട് 12 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. 5 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറിയപ്പോൾ ബാക്കി 7 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ഗ്രൗണ്ട് നവീകരണത്തിന്റെ ഭാഗമായി മണ്ണിടിച്ചിറക്കിയ സമയത്ത് ജില്ലാ കളക്ടർക്കടക്കം സമീപവാസികൾ പരാതി നൽകിയിരുന്നു. ഇപ്പോൾ മഴ പെയ്തപ്പോൾ നമുക്ക് അതിനൊരു ചെറിയ വിള്ളൽ വന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഇവിടുന്ന് പോയി കണ്ടവരൊക്കെ പറയുന്നുണ്ട്. ഇനി ലേജൻസർ പറഞ്ഞ് ഇവിടുന്ന് മാറണം, പിന്നെ കള്ളാടിയിലെ പ്രശ്നം പോലെ ചിലപ്പോൾ വന്നാൽ കുഴപ്പമാകും എന്നുള്ള അതുകൊണ്ട് മാറണം എന്നുള്ള ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സമീപത്തെ വീടുകളിൽ കിടപ്പു രോഗികൾ ഉൾപ്പെടെ കഴിയുന്നുണ്ട്. തൊട്ട് താഴെയുള്ള ഒരു 3-4 വീട്ടുകാരോട് മാറാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും വന്ന് പറഞ്ഞു. അപ്പം മഴ കൂടുകയാണെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. മാറാനുള്ള പ്രായോഗികമായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടതെന്നൊരു ഭീതിയിലാണ് ഇപ്പോൾ വന്നത്. ഭീഷണിയായി മാറിയ മണ്ണിന് മുകളിൽ അടിയന്തരമായി പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കാനും മഴ മാറിയാലുടൻ മണ്ണ് നീക്കം ചെയ്യാനും കോളേജ് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയതായി സുൽത്താൻ ബത്തേരി തഹസിൽദാർ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, വയനാട്.